ഹലോ ചങ്ങായിമാരെ, ഇന്ന് നമ്മൾ ഇവിടെ ഒരു മെറ്റൽ സ്റ്റെയർ അടിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കിതാ ഈ കാണുന്ന ഏരിയയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം ഒരു ഒറ്റനില വീടായിരുന്നു ഇത്. അപ്പോൾ അവിടെ ഇപ്പം രണ്ടാം നില എടുത്തപ്പം ഇവിടെ വാർപ്പ് കട്ടാക്കിയിട്ട് നമ്മൾ മേലേക്ക് സ്റ്റെയർ അടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അളവ് സെറ്റാക്കലാണ് ആദ്യത്തെ പണി. 3 സൈഡിലേക്കും 2 ലാൻഡിങ് വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള അളവ് സെറ്റാക്കി എല്ലാം റെഡിയാക്കി ഇട്ടിട്ട് പിന്നെ ചെയ്യേണ്ടത് നമ്മളൊക്കെ അടി ബേസ് മെയിൻ പൈപ്പ് സെറ്റാക്കാനുള്ളത് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 4x4 സിംഗിൾ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സൈഡിൽ നിന്ന് നമ്മൾ അളവ് സെറ്റാക്കിയിട്ട് ആദ്യം പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടാമത് പൊളിച്ച് കഴിയുമ്പോഴുള്ള പ്രശ്നം ഇവിടെയുണ്ട്. കാരണം ഒരു ലാൻഡിങ്ങിൽ നിന്ന് ഉള്ള ഹൈറ്റ് ചെറിയ സ്റ്റെപ്പിന് ചെറിയ വീതി വ്യത്യാസവും ഹൈറ്റ് വ്യത്യാസവും വരുന്നുണ്ട്. കാരണം ആ ഒരു സ്പേസിൽ നമുക്ക് അങ്ങനെ കൊള്ളിക്കാൻ പറ്റുള്ളൂ. അവരുടെ വീതി അങ്ങനെയാണെന്നുള്ളത് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന അല്ലാത്തതുകൊണ്ട് ആ ഒരു സ്പേസിന് ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ ലാൻഡിങ് വരെയുള്ളത് ഒരു ഹൈറ്റ്, ആദ്യത്തെ 2 ലാൻഡിങ് വരെയുള്ള ഒരു ഹൈറ്റിലും വീതിയിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റത്തെ 4 സ്റ്റെപ്പ് വേറൊരു വീതിയിലും ഹൈറ്റിലുമാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റല്. കാരണം അങ്ങനെയാണ് അവിടെയുള്ള അളവ്. നമ്മളങ്ങനെ സ്ഥലത്തിൻ്റെ അളവൊന്നും പോലെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബേസ് പൈപ്പ് പിടിപ്പിച്ചു. 2 ലാൻഡിങ് ഉണ്ട്, അതിനനുസരിച്ചുള്ള പൈപ്പുകളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് പിടിപ്പിക്കുകയാണ് മെയിൻ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം സ്റ്റെപ്പിന് ബേസ് അടിക്കാനുള്ള സ്റ്റെപ്പ് നിൽക്കാനുള്ള കുത്ത് ആദ്യം തന്നെ വെൽഡ് ചെയ്ത് ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കുകയാണ് ആദ്യത്തെ പണി. അതളവിൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാക്കി വെക്കുന്നതാണ് മെയിനായിട്ടുള്ള പണി. അത് അളവായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ സ്റ്റെപ്പ് അതിൻ്റെ മേലെ വെച്ചിട്ട് വെൽഡ് ചെയ്ത് പോകേണ്ട കേസേ ഉള്ളൂ. അതാണ് മെയിനായിട്ടുള്ള നമ്മൾ ഇതിൻ്റെ അകത്തുള്ള മെയിൻ പണി അതാണ്. സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 1.4 പൈപ്പ് കൊണ്ടാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ അതിന് മേലെ പലക അടിക്കാനുള്ള സെറ്റപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.4 ടേപ്പറെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് ഫ്രെയിമാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ അത് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഇതിനുള്ള വെച്ച പൈപ്പിൻ്റെ 4x4 ഫുള്ള് വെൽഡിങ്ങും ഗ്രൈൻഡിങ്ങും തീർക്കുക. അത് കാരണം എളുപ്പപ്പണി അതാണ്. ആദ്യം തന്നെ വെൽഡ് ചെയ്യുകയും ഗ്രൈൻഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ഗ്രൈൻഡ് ചെയ്യാനും വെൽഡ് ചെയ്യാനുമുള്ള റിസ്ക് ഇല്ലല്ലോ. അപ്പോൾ അത് റെഡിയാക്കി വെക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് റെഡിയാക്കിയിട്ട് അതിൻ്റെ മേലോട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റേ കുത്തു വെക്കുന്ന പൈപ്പ് അളവിൽ റെഡിയാക്കിക്കൊണ്ട് ഇത് പിന്നെ ആക്കാൻ വലിയ പണിയൊന്നുമില്ല. പടപടെ എടുത്ത് കയറ്റി വെക്കുക, വെൽഡ് ചെയ്യുക. 2 സൈഡിലും സപ്പോർട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വളയൊന്നുമില്ല. വെൽഡ് ചെയ്യുമ്പം കാരണം ഒരു സൈഡ് ഫുള്ള് നല്ല വെൽഡിങ് അല്ലേ. വെൽഡിങ് വരുമ്പോഴത്തേക്ക് ഒരു സൈഡിലോട്ട് ഒതുങ്ങുന്ന പ്രശ്നം, ഒരു സപ്പോർട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സ്റ്റെപ്പ് വെൽഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അതിൻ്റെ കൈവരി പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കൈവരി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മട്ടം അടിച്ചിട്ട് എല്ലടിച്ചിട്ട് പുറത്തോട്ട് തള്ളിയിട്ട് കാല് നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ പലക ഇടുമ്പോൾ പലകയ്ക്ക് കട്ടിങ്ങോ ഒന്നും ചെയ്യണ്ട. പലക കട്ടതിന് കൊണ്ടതിൽ പൈപ്പിന് കറക്റ്റ് സീറ്റിംഗ് ആക്കിയിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെ പിന്നെ ഒന്നുകിൽ സ്റ്റെപ്പിൻ്റെ നടുക്ക് കാല് വരുന്നത് പോലെ ആക്കിയിട്ട് പലക തുളച്ചിട്ട് ചെയ്യണം. അപ്പം പിന്നെ 2 പണി കൂടുതലല്ലേ. അപ്പോൾ ഇതാകുമ്പം സിമ്പിൾ പണി, നമ്മുടെ പണി മൊത്തത്തിൽ കഴിഞ്ഞ് പിന്നെ പലക ഇടേണ്ട പണി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൈവരിയായിട്ട് ഉപയോഗിക്കുന്നത് 3/4 പൈപ്പും അതിൻ്റെ ടോപ്പ് റെയിൽ 2x2 പൈപ്പുമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വുഡിൻ്റെ വരക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തത് വുഡ് പട്ട കൊടുത്തിട്ട് വുഡ് വെക്കുമായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വുഡ് ചെയ്യുന്നില്ല. അതിന് പകരം 2x2 പൈപ്പ് വെച്ചിട്ട് വുഡിൻ്റെ ഷേപ്പിൽ വരച്ച് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം എല്ലാ സെറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇനി ഫുൾ വെൽഡിങ് ഗ്രൈൻഡിങ്ങും മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഫുൾ വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ വെൽഡിങ് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരാൾ ഗ്രൈൻഡിങ്ങും നടത്തുന്നുണ്ട്. സ്പീഡിലുള്ള പരിപാടിയാണ്. ഇന്ന് തന്നെ നമ്മൾ തീർത്തിട്ട് പോകാനുള്ള ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞോടെ നമുക്ക് പെയിൻറ്റിങ് പ്രൈമർ ടച്ച് ചെയ്യാനില്ല, പ്രൈമർ ഫുൾ അടിക്കാനുണ്ട്. പ്രൈമർ ഫുള്ള് അടിച്ച് സെറ്റാക്കാനുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൈലിട്ട വീടാണ്. അതായത് ടൈല് ചെയ്ത വീടിന് നമ്മൾ രണ്ടാമത് കട്ടാക്കിയിട്ട് ചെയ്യുന്നത്. അപ്പം ടൈലിന് മൊത്തം കടലാസെല്ലാം വിരിച്ച് സെറ്റാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ടൈലിൽ തീപ്പൊരിയെല്ലാം വീണ് കഴിഞ്ഞാൽ ടൈലിൽ പോറൽ വീഴും. അത് പോകണമെങ്കിൽ ലേശം ബുദ്ധിമുട്ടാണ്. കുറേയൊക്കെ വൃത്തിയാക്കി എടുക്കാം എന്നല്ലാണ്ട് അത് പരമാവധി വീഴാതെ ശ്രദ്ധിക്കണം. അപ്പം ടൈലിലെല്ലാം നമ്മൾ ആദ്യം തന്നെ കടലാസെല്ലാം വിരിച്ചില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ തന്നെ വൃത്തിയാക്കി മണ്ണെല്ലാം വീണതെല്ലാം പൊടിയും എല്ലാം ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പണി. അപ്പം നമ്മുടെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി വുഡ് വെക്കാണ്ട്, വുഡ് വെച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് വുഡ് വെക്കുന്നതിനുള്ള മുമ്പുള്ള വീഡിയോ ആണ് ഇനി വുഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്.